Good morning, all of you. Today's topic is incidence of tax or the scope of total income of an assessee on the basis of residence. The tax incidence or incidence of tax refers to the extent to which an individual or organization suffers from the imposition of tax by the government. In other words, the incidence is called the burden of taxation. സിമ്പിൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസിഡൻസ് ഓഫ് ടാക്സിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു അസസിയുടെ ടാക്സ് ബേർഡനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു അസസിയുടെ ടോട്ടൽ ഇൻകം ടാക്സ് ലൈബിലിറ്റിക്ക് വേണ്ടി കണക്കാക്കപ്പെടുന്നത് എത്രത്തോളം ഇൻകത്തിനാണ്. ഇതിന് പറയുന്ന പേരാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ശ്രദ്ധിക്കുക, ദ ഇൻസിഡൻസ് ഓഫ് എ ടാക്സ് പേയർ always depends on his or her residential status and also on the place and time of accrual or receipt of income. Listen, the incidence of a taxpayer always depends on his or her residential status. ഒരു അസസിയുടെ ഇൻസിഡൻസ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ബേർഡൻ ആ അസസിയുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് മാത്രമല്ല, the place and time of accrual or receipt of income. ഒരു അസസി കൈപ്പറ്റുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ഇൻകം ഏത് സ്ഥലത്ത് ഏത് ടൈമിലാണ് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത്, ആ ഫാക്ടറിനെ ആസ്പദമാക്കിയാണ് ഒരു അസസിയുടെ ഇൻസിഡൻസ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ബേർഡൻ ഓഫ് ടാക്സ് ഇരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. 3 കാര്യങ്ങൾ പ്രധാനം. ഒന്ന്, അസസിയുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്, പ്രീവിയസ് ഇയറിൽ അസസിയുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എന്താണ്. രണ്ടാമത്തത്, അസസി റിസീവ് ചെയ്യുന്ന ഇൻകം ഏത് പ്ലേസിലാണ്, ദ ടൈം ഓഫ് റിസീപ്റ്റ്, ഏത് പീരീഡിലാണത് റിസീവ് ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം, ദ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ആൻ അസസി വിൽ ബി ഡിഫർ. ഫോർ എക്സാമ്പിൾ, ആൻ ഇൻഡിവിജ്വൽ അസസി, that assessee's residential status during the previous year may be resident or not ordinarily resident or non-resident. That means the tax liability of that particular individual varies depending upon his residential status during the previous year. That means, suppose the residential status of an individual is resident but ordinarily resident, his tax liability will be something different from that of an individual who is a non-resident during the previous year. That is why we can say that the residential status of an assessee has got a special significance in calculating the tax liability of an assessee or the incidence of an assessee. Now we can go for the incidence of tax in case of a resident assessee or ordinarily resident assessee. നമുക്ക് നോക്കാം, ഒരു ഓർഡിനറി റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു അസസിയുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നതായിരിക്കും, അല്ലെങ്കിൽ ടാക്സ് ലൈബിലിറ്റി ഏതൊക്കെ ഇൻകത്തിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദ ടോട്ടൽ ഇൻകം ഓഫ് എനി പ്രീവിയസ് ഇയർ ഓഫ് എ പേഴ്സൺ who is a resident includes all income from whatever source derived, which is received or deemed to be received in India, or which accrues or arise or deemed to accrue or arise him in India, or accrues or arise to him outside India during such year. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് ഒരു ഇൻഡിവിജ്വൽ അസസി പ്രീവിയസ് ഇയറിൽ ആ ഇൻഡിവിജ്വൽ അസസിയുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് റെസിഡൻറ്റ് ആണെങ്കിൽ ആ റെസിഡൻറ്റ് അസസിയുടെ ടോട്ടൽ ഇൻകം ലയബിൾ ടു ടാക്സ് അല്ലെങ്കിൽ ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന 3 രീതിയിൽ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്തേക്കാവുന്ന ഇൻകത്തിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഒന്നാമത്, ദ ഇൻകം ഈസ് റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഇൻ സച്ച് ഇയർ. ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അസസി, ഇൻഡിവിജ്വൽ അസസി പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് റെസിഡൻ്റ് ആണെങ്കിൽ പ്രീവിയസ് ഇയറിൽ ആ പെർട്ടിക്കുലർ അസസി റിസീവ് ചെയ്യുന്ന ഇൻകം അല്ലെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്ന ഇൻകം, അതിൻ്റെ റൈറ്റ് അയാൾക്കുണ്ട് റിസീവ് ചെയ്യാനായിട്ടുള്ള ഇൻകം. കൈപ്പറ്റണം എന്ന് നിർബന്ധമില്ല, കൈപ്പറ്റാനുള്ള ഇൻകം ആണെങ്കിൽ പോലും നമ്മൾക്ക് ആ ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് അസസിക്ക് ടാക്സ് ചെയ്യുന്നതാണ്. ചില സിറ്റുവേഷനിൽ ഒരു അസസി ഒരു ഇൻകം റിസീവ് ചെയ്യാനുള്ള റൈറ്റ് അക്വയർ ചെയ്യുന്നുണ്ട്.
income accrues or deemed to accrue or arise in India. ഇന്ത്യയിൽ ആ വ്യക്തിക്ക് പ്രീവിയസ് ഇയറിൽ കിട്ടേണ്ടുന്ന ഇൻകമാണ്, കയ്യിൽ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, പക്ഷേ ആ പ്രീവിയസ് ഇയറിൽ കിട്ടേണ്ടുന്ന ഒരു ഇൻകം ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് ആ പെർട്ടിക്കുലർ അസസി ഒരു റെസിഡൻറ്റ് അസസി ആണെങ്കിൽ ടാക്സ് കൊടുത്തിരിക്കണം. ഇനി നോക്കൂ, ഒരു ഇൻകം അത് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് ഇന്ത്യക്ക് പുറത്തുള്ളൊരു ഇൻകം റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൊരു അസസി പെർട്ടിക്കുലർ പ്രീവിയസ് ഇയറിൽ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ കൂടി ആ വ്യക്തി ഇന്ത്യയിലാണെങ്കിൽ ഹീ ഹാസ് ടു ഓർ ഷീ ഹാസ് ടു പേ ടാക്സ് ഓൺ സച്ച് ഇൻകം. സോ ദ റെസിഡൻ്റ് അസസി, his or her income liable to tax is any income which is received or deemed to be received in India, or any income accrues or arise or deemed to accrue or arise in India, or accrues or arises to him outside India during such year. ഇതാണ് ആ ഇൻഡിവിജ്വൽ അസസി റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്, ദ ടോട്ടൽ ഇൻകം ലൈബിൾ ടു പേ ടാക്സ്. ദ സെക്കൻഡ് സിറ്റുവേഷൻ, സപ്പോസ് ദാറ്റ് ഇൻഡിവിജ്വൽ ഈസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. റെസിഡൻ്റ് ആണ്, പക്ഷേ പ്രീവിയസ് ഇയറിലെ സ്റ്റാറ്റസ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ certain incomes are taxable to that particular assessee. That means income is received or deemed to be received in India, just like the first one or the resident assessee. Same way, any income received by an assessee or deemed to be received by an assessee in India during the previous year will be liable to tax. And the second situation, any income which accrues or arises or deemed to accrue or arise to him in India during such year, whether received anywhere. ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടേണ്ടുന്നൊരു ഇൻകം, പ്രീവിയസ് ഇയറിൽ കിട്ടേണ്ടുന്നൊരു ഇൻകം ഈ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എവിടെ നിന്ന് മേടിച്ചാലും, അതിൻ്റെ ഇന്ത്യയിലാകണം നിർബന്ധമൊന്നുമില്ല, ഇന്ത്യക്ക് പുറത്ത് മേടിച്ചാലും ആ ഇൻകത്തിന് ടാക്സ് കൊടുക്കണം. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ, എനി ഇൻകം വിച്ച് ഇസ് അക്രൂസ് ഓർ അറൈസസ് ടു ഹിം ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഓർ എ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഈ മൂന്നാമത്തെ സിറ്റുവേഷനിൽ ഈ പെർട്ടിക്കുലർ അസസി റിസീവ് ചെയ്യുന്ന ഇൻകം, അല്ലെങ്കിൽ കിട്ടേണ്ടുന്ന ഒരു ഇൻകം, അല്ലെങ്കിൽ ആ പ്രീവിയസ് ഇയറിൽ കിട്ടിയേക്കാവുന്നുള്ളൊരു ഇൻകം കിട്ടിയില്ലെങ്കിൽ കൂടി ഏതിൽ നിന്നാണ്, എനി ബിസിനസ് ഓർ പ്രൊഫഷൻ വിച്ച് ഈസ് കൺട്രോൾഡ് ഇൻ ഓർ എ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഇന്ത്യക്ക് പുറത്ത് റിസീവ് ചെയ്താലും ദാറ്റ് പെർട്ടിക്കുലർ റെസിഡൻറ്റ്, ഇഫ് ഹി ഓർ ഷീ ഈസ് എ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ദാറ്റ് ഇൻകം ഈസ് ലൈബിൾ ടു ടാക്സ്. ആ ഇൻകവും ടാക്സിന് വിധേയമാണെന്ന് ഓർത്തിരിക്കുക. ഇനി പറയാൻ പോകുന്നത്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇൻകം to be taxed in the hands of a non-resident individual, or the incidence of tax in case of a non-resident. Here the residential status of an assessee during the previous year is non-resident. In such a case, the total income of any previous year of a person who is a non-resident include the income which is received or deemed to be received in India. ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടുള്ളൊരു ഇൻകം, അല്ലെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യാനായിട്ട് യോഗ്യത നേടിയ ഒരു ഇൻകം, ദാറ്റ് പേഴ്സൺ ഇഫ് ഹീ ഈസ് എ നോൺ റെസിഡൻറ്റ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ, ഈവൻ ദെൻ ഹീ ഹാസ് ടു ഓർ ഷീ ഹാസ് ടു പേ ദ ടാക്സ്. And the second situation, if any income which accrues or arises or deemed to accrue or arises to him in India during such year, whether received anywhere. Here the income, the nature of income is which it accrues or arises or deemed to accrue or arises in India. If such a case, or in such a case, such a person, if he is a non-resident, even then he has to or she has to pay the taxes. So this is the peculiar nature of incidence of tax depends upon the residential status of an assessee. In this context, you have to understand that certain examples of income received. The term received means the receipt of income on the first occasion. ആദ്യമായിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്നത് എവിടെയാണ്, അതാണ് the term received കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡീംഡ് ടു ബി റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
that means the income has not been actually received, but it is deemed to be received under the Income Tax Act. ഇത് യഥാർത്ഥത്തിൽ റിസീവ് ചെയ്തതല്ല, ഡീംഡ് ടു ബി റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റിസീവ് ചെയ്തതല്ല, പക്ഷേ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അത് കിട്ടാനായിട്ട് യോഗ്യതയുള്ള ഒരു ഇൻകമാണെങ്കിൽ, പ്രീവിയസ് ഇയറിൽ കിട്ടാനായിട്ട് യോഗ്യതയുള്ള ഒരു ഇൻകമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. The annual accretion to the amount of any employee participating in a recognized provident fund, it is not actually received by the employee, but it is deemed to be received during the previous year by him under the law. ഇപ്പോൾ നമ്മൾക്ക് പറയാം, ഒരു അസസി റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു അസസി ആണെങ്കിൽ അസസിക്ക് ആ പ്രീവിയസ് ഇയറിൽ കിട്ടേണ്ടുന്ന ആനുവൽ അക്രിഷൻ പാർട്ട് എന്ന് പറയുന്നത് ബോത്ത് എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് സച്ച് പ്രോവിഡൻറ്റ് ഫണ്ട്, ഹിയർ ദാറ്റ് ദ ബാലൻസ് സ്റ്റാർട്ടിംഗ് ഇൻ ദ ക്രെഡിറ്റ് ഓഫ് സച്ച് ആൻ അക്കൗണ്ട്. So here in this case the annual accretion, annual contribution towards such provident fund, if it is a recognized provident fund, this annual accretion to such a recognized provident fund is taxable in the hands of the assessee who is a resident or not ordinarily resident or non-resident. This amount the assessee is not actually receiving, but it is deemed to be received in India or deemed to accrue or arise in India during the previous year. That is an example. Sometimes they, for example, the tax deducted at source, that also it is deemed to be considered as income deemed to be received. Again come to the accrue or arise. It is a terminology here we used, accrue or arise. That means the right to receive such an income as against the receipt of income. You are not receiving that income, but you obtain the right to receive that particular income during the previous year. പ്രീവിയസ് ഇയറിൽ ആ ഇൻകം കിട്ടാനായിട്ട് നിങ്ങൾക്ക് അർഹത നേടി, പക്ഷേ യഥാർത്ഥത്തിൽ അത് റിസീവ് ചെയ്തില്ല. ഈവൻ ദെൻ യു ഹാവ് ടു പേ ടാക്സ് ഓൺ സച്ച് ഇൻകം. ദാറ്റ് terminology is known as income accrue or arise in India. Now, what is income deemed to accrue or arise? The term deemed to accrue or arise means that the income has actually not accrued or arisen in India, but it is deemed to accrue or arise in India under the Income Tax Act. For example, so here says that the salary earned in India and received outside India. നിങ്ങൾ സാലറി ഇന്ത്യയിൽ ഏൺ ചെയ്തതാണ്, പക്ഷേ ഇന്ത്യക്ക് പുറത്താണ് നിങ്ങൾ റിസീവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടാൻ യോഗ്യത ഉണ്ടായിരുന്ന ഒരു ഇൻകമാണ്, പക്ഷേ നിങ്ങൾ ഇന്ത്യക്ക് പുറത്താണ് അത് മേടിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്കത് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ എറൈസ് ആണ്, ആ എമൗണ്ടിനും നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതുണ്ട് എന്നർത്ഥം. Again come to the dividend paid by an Indian company outside India. ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നു, പക്ഷേ ഇന്ത്യക്ക് പുറത്താണ് കൊടുത്തത് എങ്കിൽ പോലും ഒരു ഇന്ത്യൻ കമ്പനിയാണ് ദ കമ്പനി വിച്ച് ഇസ് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ. ദാറ്റ്സ് വൈ എനി ഡിവിഡൻഡ് പെയ്ഡ് ബൈ സച്ച് ആൻ ഇന്ത്യൻ കമ്പനി ടു എ പേഴ്സൺ ഇഫ് ഇറ്റ് ഈസ് ഇൻ ഔട്ട്സൈഡ് ഇന്ത്യ, that amount is considered as income deemed to accrue or arise in India, and as such an assessee is liable to pay tax on such an income. If it is not received, even then that particular income qualifies for taxation. These are the terminologies that we normally using here as income received or income deemed to be received or income accrue or arise and income deemed to accrue or arise. In brief, the incidence of tax or the scope of liability to income tax always depends upon the residential status of an assessee or the place of accrual or the time of or the period of its accrual it is or it matters. Thank you so much.